എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഓരോ പ്രദേശത്തും പലതരത്തിൽ പല പേരിൽ സദ്യകൾ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരെയാണ് ആ സദ്യ ഉണ്ണാൻ വിളിക്കുന്നത്? ഈശോ പറയുന്നത്, നമുക്ക് പകരം നൽകാൻ സാധിക്കാത്തവരെ അതിനുവേണ്ടി വിളിക്കണം. നിന്നെ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ നീ അവസാനത്തിൽ പോയിരിക്കണം. ഇതെല്ലാം പ്രത്യേകമായിട്ടും അവിടുത്തെ നിർദ്ദേശങ്ങളാണ്. നമുക്കത് പാലിക്കാം. പ്രിയമുള്ളവരെ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മോട് ഈശോ പറയുന്നു, നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഇത്തരത്തിലുള്ള ബലഹീനതകളെ അക്കാസയിലും പീലാസയിലും സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റും. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ എനിക്ക് ഇപ്രകാരം ചെയ്യാൻ സാധിക്കും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ അവരുടെ കഷ്ടതയിൽ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായി പരിശുദ്ധാത്മകൃപ ധാരാളമായി നമ്മളിലേക്ക് ചൊരിയപ്പെടട്ടെ. കർത്താവ് ശോംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടാകട്ടെ. ആമേൻ.